Good morning all. ഗുഡ് മോർണിംഗ് വിത്ത് പി വൈക്യുവിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ 10 ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വന്നേക്കാണ്. അപ്പൊ എല്ലാവരും കൂടെ കാണുക, ഉഷാറായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത്? ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത്? ഇത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം ഏതാണ്. ടോണോപ്ലാസ്റ്റ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? ടോണോപ്ലാസ്റ്റ് ആണ്. മറന്നു പോവരുത്, ടോണോപ്ലാസ്റ്റ്. അപ്പൊ ഈ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാക്യൂൾ ആണ്, അല്ലെങ്കിൽ ഫേനമാണ്. കോശാംഗങ്ങളെ പറ്റി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. അപ്പം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? അത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. ഈ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയാണ് ഫേനം സംഭരിക്കുന്നത്. ഇങ്ങനെയും ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അതും ഓർത്തു വെച്ചിരിക്കാം. അതുപോലെ തന്നെ സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അയോണുകളെയും മറ്റു പദാർത്ഥങ്ങളെയും ഫേനത്തിനുള്ളിലേക്കും അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക്, നമ്മൾ ഓസ്മോസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ, അങ്ങനെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും ടോണോപ്ലാസ്റ്റ് ആണ്. അപ്പൊ ടോണോപ്ലാസ്റ്റിന്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞല്ലോ, ഇത്രയും ഓർത്താൽ മതി. ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോണോപ്ലാസ്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കേണ്ടത്, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ആണ്. മൂന്നാമത്തത്, ഫേനം സംഭരിക്കുന്നത് എന്തൊക്കെയാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ആരാണ്? അത് ഫേനമാണ്. ഫേനത്തെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. അടുത്തത്, എന്താണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അയോണുകളും മറ്റു പദാർത്ഥങ്ങളും ഉണ്ട്. ഇതിനെ ഫേനത്തിനുള്ളിലേക്ക് അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക്, ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ടോണോപ്ലാസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം? 2020, 2016, 2019, 2018. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? KAS ആരംഭിച്ചത് 2018. മറന്നു പോവരുത്, 2018 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ KAS നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കണം, ദിവസം ഓർത്തിരിക്കണം, മാസം ഓർത്തിരിക്കണം. 2018 ജനുവരി 1. KAS നിലവിൽ വന്നത് 2018 ജനുവരി 1. പഠിച്ചല്ലോ. KAS നിലവിൽ വന്നത് 2018 ജനുവരി 1. ഈ KAS രൂപീകരിക്കാൻ ഇടയായ നിയമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആ. KAS നിയമിക്കാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ ഇടയായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നിയമമാണ് KAS രൂപീകരിക്കാൻ ഇടയായത്? അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം, അങ്ങനെയായിരുന്നു ആ ചോദ്യം. അത് ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. 2022-23 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. KAS രൂപീകരിക്കാൻ ഇടയായ നിയമം. അടുത്ത നോക്കൂ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായിട്ട് കേരളം രൂപം നൽകിയ സർവീസ് ആണ് ഏത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് ഓർത്തിരിക്കാം. ഈ KAS സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് KPSC ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്
KAS സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം KAS പരീക്ഷ നടത്തുന്നത് ആരാണ്? കേരള PSC ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണ്? കേരള ഗവൺമെന്റിനാണ്. ഓർത്തിരുന്നോണം, ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം KAS നിയമന സേവന വേതന ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണ്? കേരള ഗവൺമെന്റിനാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് കേന്ദ്ര സിവിൽ സർവീസും ഉണ്ട്, കേരള സിവിൽ സർവീസും ഉണ്ട്. കേന്ദ്ര സിവിൽ സർവീസ്, കേരള സിവിൽ സർവീസ്. നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. കേന്ദ്ര സിവിൽ സർവീസ്, അതേപോലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസ്. കേന്ദ്ര സിവിൽ സർവീസും സംസ്ഥാന സിവിൽ സർവീസും. ഒന്ന്, കേന്ദ്ര സിവിൽ സർവീസ് പോയിന്റ് ആയിട്ട് പഠിച്ചോണം. കേന്ദ്ര സിവിൽ സർവീസില് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നതും നിയമിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര തലത്തിലാണ്. നമുക്കറിയാം കേന്ദ്ര സർവീസ് ആവുമ്പം കേന്ദ്ര തലത്തിലാണ് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതും വേതനം അല്ലെങ്കിൽ സേവനം കൊടുക്കുന്നതും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ആരായിരിക്കും? സംസ്ഥാന തലത്തിലായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതും നിയമിക്കുന്നതും നിയമിക്കുന്നതും ഏത് തലത്തിലാണ്? സംസ്ഥാന തലത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഒരു പോയിന്റ് പഠിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ്, റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്തുന്നത്. കേന്ദ്ര സിവിൽ സർവീസിൽ പരീക്ഷ നടത്തുന്നത് ആരാണ്? UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ആരായിരിക്കും? KPSC ആണ്, സംസ്ഥാന പബ്ലിക് സർവീസ് അല്ലെങ്കിൽ SPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. SPSC കേരള ആവുമ്പോൾ KPSC ആവും, കേരള PSC ആവും. അപ്പം SPSC അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സിവിൽ സർവീസിലേക്ക് പരീക്ഷ നടത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തത്, ഈ UPSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് UPSC അംഗങ്ങളെ നിയമിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? കേരള ഗവർണറാണ്, സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന സർവീസ് ആവുമ്പോൾ സംസ്ഥാന ഗവർണറാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കേന്ദ്ര സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതും നിയമിക്കുന്നതും ഏത് തലത്തിലാണ്? കേന്ദ്ര തലത്തിലാണ്. സംസ്ഥാനമാവുമ്പം അത് സംസ്ഥാന തലത്തിലാണ്. കേന്ദ്ര PSC അല്ലെങ്കിൽ കേന്ദ്ര സിവിൽ സർവീസിലേക്ക് പരീക്ഷ നടത്തുന്നത് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. മറ്റേതാവുമ്പോൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. UPSC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സ്റ്റേറ്റ് PSCക്ക് ആരാണ്? കേരള ആവുമ്പോൾ കേരള ഗവർണറാണ് അല്ലെങ്കിൽ സംസ്ഥാന ഗവർണറാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു കാര്യം, UPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. എന്നാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ, ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷം 62 വയസ്സ് വരെയാണ്. UPSC ആവുമ്പോൾ 65 ആണ്, മറ്റേത് 6 വർഷം 62 വയസ്സ് വരെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി UPSC കുറിച്ചും കേരള PSC കുറിച്ചും അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC കുറിച്ചും രണ്ടുമായിട്ട് കോമൺ ആണ്. ഇത് രണ്ടുമായിട്ടും ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ UPSC പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, സ്റ്റേറ്റ് PSC പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 315 മുതൽ 323 വരെയാണ്. 315 മുതൽ 323 വരെ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് മറ്റൊന്നുകൂടെ ഉണ്ട്, കാറ്റും സാറ്റും, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും. ഇത് രണ്ടും സെയിം ആണ്. കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങള്
അതേപോലെ തന്നെ എന്തെങ്കിലും പരാതികൾ വന്നാൽ സേവനങ്ങൾ എന്നിവയൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ നിലവിലുള്ള സംവിധാനമാണ് കാറ്റ് അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അത് നേരെ എന്തുമായിട്ട് മാറും? സംസ്ഥാനമായിട്ട് മാറും. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങള് അതേപോലെ തന്നെ സേവനങ്ങള് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവയെല്ലാം നടപ്പിലാക്കാനുള്ള സംവിധാനമാണ് സാറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ ഇത് രണ്ടും പഠിച്ചിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ആരാ? ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സിവിൽ സർവീസ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 21 ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 9 ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാലോ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ, സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21, ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കേസിനെ പറ്റി ക്ലിയർ ആയിട്ട് പഠിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ 2021 മുതൽ 2024 വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തിരിക്കാൻ മറന്നു പോകരുത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതു വർഷമാണ്? 1946 ഡിസംബർ 11 പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 2 ചോദ്യമാണ് വരുന്നത്. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. പ്രസ്താവന ചോദ്യമായിട്ട് വരാം, ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. HC മുഖർജി, VT കൃഷ്ണമാചാരി എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. അധ്യക്ഷൻ പഠിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഓർത്തു. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. അങ്ങനെയെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? അത് SN മുഖർജി ആയിരുന്നു. SN മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് SN മുഖർജിയാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയേ? അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്താണ്? നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? ക്യാബിനറ്റ് മിഷനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഓർത്തിരിക്കുക. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ് പറയുന്നുള്ളൂ. അപ്പം ക്യാബിനറ്റ് മിഷനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുക, ഓർത്തിരിക്കുക.
അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം വരാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത് അധ്യക്ഷനായത് എന്ത് വർഷമാണ്? 1946 ഡിസംബർ 11 അതിനു മുമ്പുള്ള താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹ. 2 പോയിന്റ് പഠിച്ചു, 3 പോയിന്റ് പഠിച്ചു. ഒന്ന് ക്യാബിനറ്റ് മിഷൻ പഠിച്ചു, താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ ആണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ അധ്യക്ഷൻ താൽക്കാലികമല്ല, അല്ലാതെ പെർമനന്റ് അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 4മത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നു മുതലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1946 ഡിസംബർ 11 മുതൽ. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ 2 പേരുണ്ട്, ഓർത്തിരുന്നോണം. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജി, VT കൃഷ്ണമാചാരി, ഇവരുടെ 2 പേരുടെയും പേര് ഓർത്തിരുന്നോളുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ അധ്യക്ഷൻ താൽക്കാലികം ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ താൽക്കാലിക ഉപാധ്യക്ഷനും ഉണ്ടായിരുന്നു. താൽക്കാലിക ഉപാധ്യക്ഷൻ ആരാണെന്നറിയാമോ? അത് ഫ്രാങ്ക് ആന്റണി ആണ്. ഫ്രാങ്ക് ആന്റണി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷൻ. അല്ലാത്ത ഉപാധ്യക്ഷന്മാർ 2 പേരാണ്, HC മുഖർജി, VT കൃഷ്ണമാചാരി. താൽക്കാലിക ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാങ്ക് ആന്റണി ആണ്. ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ട കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറഞ്ഞത് MN റോയ് ആണ്. രണ്ടുകൂടെ തിരിഞ്ഞു പോവരുത്. BN റാവു ആണ് നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാണ്? BN റാവു. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ ആണ്. HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് HSN മുഖർജി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസ് ആണ്. ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ പ്രേം ബിഹാരിയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത്, ഭരണഘടനയുടെ ലേ ഔട്ട് അതേപോലെ തന്നെ കവർ പേജ് എന്നിവയെല്ലാം തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ നമ്മൾ ഒന്ന് പഠിച്ചായിരുന്നു. ആര്? ഉപാധ്യക്ഷൻ, താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി അല്ലെ? ഫ്രാങ്ക് ആന്റണി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. മറ്റൊന്ന് SH ബ്രാറ്റോ, മറ്റൊന്ന് MVN കോളിൻസ്. ഇവര് 3മാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ആകെ 3 മലയാളി വനിതകളായിരുന്നു. 3 മലയാളി വനിതകൾ 3 പേരായിരുന്നു നിയമനിർമ്മാണ സഭയിലുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരെന്നാണ്? അത് ബീഗം ഐസ്വാസ് റസൂൽ ആണ്. ബീഗം ഐസ്വാസ് റസൂൽ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. മറ്റൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ പല രീതിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് ചോദിച്ചിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിയമനിർമ്മാണ സഭയിലെ അംഗമായ വനിത ആര്? അംഗമല്ലാത്ത വനിത ആര്? മറ്റൊന്ന് ഏക ദളിത് വനിത ആര്? അപ്പൊ 3 മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 മലയാളികൾ പഠിക്കണമല്ലോ. ഒന്ന് അമ്മു സ്വാമിനാഥൻ, 2 ആനി ബസ്കറി, 3മത്തത് ദാക്ഷായണി വേലായുധൻ. ഈ 3 പേരുകൾ ഓർത്തിരിക്കുക. ഈ 3 പേരാണ് ഇമ്പോർട്ടന്റ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ദാക്ഷായണി വേലായുധൻ,
രണ്ട് ആനി മസ്ക്രി, മൂന്ന് അമ്മു സ്വാമിനാഥൻ. ഇതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ഏതാണെന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണ്. ഓർത്തിരിക്കുക, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് അംഗമായ വ്യക്തികളുണ്ട്, അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയും. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നില്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിലൊന്ന് പഠിച്ചിരിക്കുക. അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് വർക്ക് ഡയറിയിൽ മെൻഷൻ ചെയ്ത് പോവുക. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടത് ഗുഡ് മോർണിംഗ് വിത്ത് PYQ നമ്മൾ രാവിലെ തരും, അത് പഠിക്കുക. കൂടാതെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, മൈക്രോ PDF നോട്ട്സ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം പഠിച്ച ശേഷം കൃത്യം 9 മണിക്ക് പോൾ വർക്കൗട്ട് എക്സാം നമ്മുടെ പബ്ലിക് ചാനലിലുണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് വർക്കൗട്ട് ബാച്ച്, ഇത്രയും കോഴ്സസിന്റെ വർക്കൗട്ട് ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്, നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിച്ച് സമയം കളയുന്നില്ല. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ പറ്റി പഠിച്ചു? ദാദാഭായ് നവറോജിയെ പറ്റി മൊത്തം പഠിച്ചു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ദാരിദ്ര്യരേഖ ആദ്യമായി ജയിൽ ജീവിത സൂചിക പ്രകാരം ദാരിദ്ര്യരേഖ ആദ്യമായി കണക്കാക്കിയ വ്യക്തി എന്നിവയെല്ലാം നമ്മൾ പഠിച്ചു. ദാദാഭായ് നവറോജിയെ പറ്റി ഫുള്ള് പഠിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാ? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആരെ പറ്റിയാ? പ്രശാന്ത ചന്ദ്ര മഹലനോബിസിനെ പറ്റിയാ. പഠിച്ചു പോയിക്കോളുക. ഒന്ന്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പഠിച്ചു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. രണ്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. മൂന്ന്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. രണ്ട്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. മൂന്ന്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. ഇമ്പോർട്ടന്റ് ആ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. അടുത്തത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. മറ്റൊന്ന്, 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 1931 ഡിസംബർ 17 കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ 29 ആണ്. എന്തുകൊണ്ടാണ്? അത് മഹലനോബിസിന്റെ ജന്മദിനമാണ്. ജൂൺ 21 അന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? മഹലനോബിസ് ആണ്. പ്രശാന്ത ചന്ദ്ര PC മഹലനോബിസ് ആണ്. ഇനി മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, മറന്നു പോവരുത്. മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംഖ്യയാണ്. അപ്പൊ ആലോചിച്ചോണം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംഖ്യയാണ്. മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്, അതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഇതെന്നാ പ്രസിദ്ധീകരിച്ചത്? 1933 ജൂണിനാണ്. 1933 ജൂണിനാണ് ഇത് ആരംഭിച്ചത് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? 1933 ജൂണിനാണ് ഇത് ആരംഭിച്ചത്, സംഖ്യ പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ 1961 ഈ ജേണൽ രണ്ടായിട്ട് തിരിച്ചു. ഈ ജേണൽ സീരീസ് A, സീരീസ് B എന്നിങ്ങനെ രണ്ടായിട്ട് സംഖ്യ എന്ന ജേണൽ തിരിച്ചു 1961. അതിൽ ഒന്ന്
ഈ ഗണിതശാസ്ത്രത്തിന്റെ സ്ഥിതി വിവര കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നത്, അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. രണ്ടാമത്തെ സീരീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളും ആപ്ലിക്കേഷൻസിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. പിന്നെ ഒന്നുകൂടുണ്ട്, 1974 വീണ്ടും ഈ പ്രസിദ്ധീകരണം സീരീസ് സി എന്നതുപോലെ വീണ്ടും തിരിച്ചു. ക്ലിയർ ആയോ? വീണ്ടും ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സംഖ്യ. 1933 ജൂണിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. 1961 സീരീസ് എ, സീരീസ് ബി, അതിന്റെ രണ്ടിനകത്തും എന്താ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. 1974 സീരീസ് സി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ്, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി എന്നിവ എല്ലാം ആരാണ്? PC മഹലനോബിസ് ആണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് വായിക്കാൻ വരട്ടെ. നമുക്ക് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനകത്ത് ഓപ്ഷൻസ് വായിച്ച് ഉത്തരം കണ്ടെത്താം. കാരണം അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? അല്ലെങ്കിൽ ഞാനങ്ങ് ഉത്തരം പറയുന്ന പോലെ ആവും അല്ലെ? അത് വേണ്ട, നമുക്ക് നോക്കാം. എന്താണ് ഉപഭൂഖണ്ഡം? നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് നോക്കണ്ട. എന്താണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്? ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ഒരു വൻകരയുടെ ഭാഗമായ വലിയൊരു ഭൂവിഭാഗത്തെയാണ് ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഉപഭൂഖണ്ഡങ്ങളിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സംസ്കാരം എന്നിവ അവ ഉൾക്കൊള്ളുന്ന വൻകരയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് ഓർത്തിരിക്കാം. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ഒരു വൻകരയുടെ ഭാഗമായ വലിയൊരു ഭൂവിഭാഗത്തെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അമേരിക്കൻ ഉപഭൂഖണ്ഡം, അതേപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒക്കെ ഉദാഹരണമാണ്. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അറിയാലോ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. ഓക്കെ ആണല്ലോ? ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇത്രയുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാണ്. പിൻ MB²S. നിങ്ങൾ ഇങ്ങനെ ഒന്നും പഠിക്കണ്ട, അതങ്ങ് പഠിച്ചാൽ മതി. അതായിരിക്കും എളുപ്പം. ഈ കോഡ് ഓർത്ത് വെക്കുന്നതിനേക്കാളും എളുപ്പം ചിലപ്പോൾ അത് അല്ലാതെ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ഓർത്ത് വെക്കാം. പിൻ MB²S. പി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പി എന്ന് പറയുന്നത് പാകിസ്ഥാൻ. I എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യ. N എന്ന് പറയുന്നത് നേപ്പാൾ. M എന്ന് പറയുന്നത് മാലിദ്വീപ്. അപ്പം B² എന്ന് പറയുമ്പോൾ B 2 എണ്ണം ഉണ്ട്. ഒന്ന് വരുന്നത് ഭൂട്ടാൻ വരും, രണ്ടാമത്തത് ബംഗ്ലാദേശ് വരും, അടുത്തത് ശ്രീലങ്ക. നോക്കി 7 രാജ്യങ്ങളായില്ലേ? പാകിസ്ഥാൻ, ഇന്ത്യ, മാലിദ്വീപ്, അതേപോലെ തന്നെ ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ക്ലിയർ ആയോ? നേപ്പാൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പം പിൻ MB²S. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ. പിൻ പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ. MB². M എന്താണ്? മാലിദ്വീപ്. B ഭൂട്ടാനും വരും, ബംഗ്ലാദേശും വരും. അടുത്തത് വരുന്ന ഏതാണ്? ശ്രീലങ്ക. നമ്മളിവിടെ പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? നോക്കിയേ, ഒന്നാമത്തത് പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ചൈന. ചൈന നമ്മൾ പഠിച്ചില്ല അല്ലെ? പിൻ MB²S എന്നാ നമ്മൾ പഠിച്ചത്. അതിനകത്ത് ചൈന സി പറഞ്ഞിട്ടില്ല, അപ്പം ഇതല്ല. രണ്ടാമത്തത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമർ, ഇന്തോനേഷ്യ. അവിടെ നമ്മൾ മ്യാൻമറും പറഞ്ഞില്ല, ഇന്തോനേഷ്യയും പറഞ്ഞില്ല, അപ്പൊ അതുമല്ല. 3 നോക്കിയേ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതും കൂടെ നോക്കൂ, അഫ്ഗാനിസ്ഥാൻ. അന്നേരം അറിയാം അതല്ല. അപ്പം ഏതാണ്? ഓപ്ഷൻ സി ആണ്,
ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അല്ലെ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ 7 രാജ്യങ്ങളാണ്: ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എന്ന് നമ്മൾ പറയുമ്പോൾ നോർത്ത്, ഈസ്റ്റ്, അതേപോലെ തന്നെ സൗത്ത്, വെസ്റ്റ്, ഇങ്ങനെയാണല്ലോ വരുന്നത്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇനി വടക്കേ അതിർത്തിയിൽ വരുന്നത്, നമ്മളൊരു ഇന്ത്യ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ, അടുത്ത അതിർത്തിയിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് അല്ലാതെ വരച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. വടക്കേ അതിർത്തി ആവുമ്പോൾ ഇവിടാണ് അല്ലെ? ഈ വടക്കേ അതിർത്തിയിൽ വരുന്ന ഏതാണ്? ഹിമാലയമാണ് അല്ലെ? ഹിമാലയം. അപ്പം വടക്കേ അതിർത്തി ഏതാണ്? ഹിമാലയം. വടക്കേ അതിർത്തി ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറാവുമ്പോ എവിടെ വരും? ഇവിടെ വരും. നോർത്ത് വെസ്റ്റ് വരും അല്ലെ? വടക്ക് പടിഞ്ഞാറ് ഏതാണ്? ഹിന്ദുക്കുഷ് ആണ്. ഹിന്ദുക്കുഷ്. വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഏതാണ്? ഹിന്ദുക്കുഷ് ആണ്. ഹിന്ദുക്കുഷും സുലൈമാൻ നിരകളുമാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. ഇനി വടക്ക് കിഴക്കുണ്ടല്ലോ. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പം ഇവിടെയാണല്ലോ വരുന്നത്. വടക്ക് കിഴക്ക് വരുന്ന എവിടെയാണ്? ഈ ഒരു ഭാഗം. വടക്ക് കിഴക്ക് വരുന്ന ഏതാണ്? പൂർവാചലാണ്. ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് വരുന്നതാണ് പൂർവാചൽ. അങ്ങനെയെങ്കിൽ അടുത്തത് വരുന്ന എവിടെയാണ്? നോക്കി, തെക്ക് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. നമുക്കറിയാം ഇവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, സോറി, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ തട്ടിയതാണ്. നോക്കൂ, വടക്കേ അതിർത്തി വരുന്നത് ഹിമാലയം നമ്മൾ പറഞ്ഞു. വടക്ക് പടിഞ്ഞാറ് വരുന്ന ഏതാണ്? ഈ ഭാഗമാണ് അല്ലെ? അവിടെ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ് വരുന്നത്. വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? പൂർവാചലാണ് വരുന്നത്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറ് വരുന്നത് അറബിക്കടലാണ്. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ, ഈ ഭാഗത്താണ് അറബിക്കടൽ. തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ ഇവിടെ ഇങ്ങനെ വരും. ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ അതിർത്തികൾ ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ: വടക്കേ അതിർത്തി ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് വരുമ്പോ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകള്. വടക്ക് കിഴക്ക് ഓർത്തിരിക്കുക, പൂർവാചലാണ്. തെക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറ് എന്താണ് വരുന്നത്? അറബിക്കടലാണ്. തെക്ക് കിഴക്ക് വരുന്ന എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം: വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അയ്യഗാർ ആണ്. നമ്മളിവിടെ ഓപ്ഷൻ തിരിഞ്ഞാണ് കൊടുത്തേക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്ന പേര് അയ്യഗാർ ആണ്. ഓപ്ഷൻ ബി അയ്യഗാർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. വിജയനഗര സാമ്രാജ്യം അല്ലെ? വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണത്തിനുള്ള സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരാണ് അയ്യഗാർ സമ്പ്രദായം. മറന്നു പോവരുത്. വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണത്തിനുള്ള സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് അയ്യഗാർ സമ്പ്രദായം. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഈ അയ്യഗാർ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാദേശിക ഭരണമാണ് അയ്യഗാർ. ഈ അയ്യഗാർ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടകം അപ്പൊ എന്തായിരിക്കും? പ്രാദേശിക ഭരണമാണ്. അപ്പൊ എന്തായിരിക്കും? ഗ്രാമമാണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അയ്യഗാർ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ഗ്രാമമാണ്. ഇനി അടുത്തത് നമ്മള് നായങ്കര ആ ഓപ്ഷനിൽ കണ്ടായിരുന്നു അല്ലെ? വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്? നായങ്കര സമ്പ്രദായം. അപ്പൊ രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഒന്ന്, വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേര് നായങ്കര സമ്പ്രദായം. വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണത്തിനുള്ള സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് അയ്യഗാർ. അയ്യഗാറിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമം. ഇനി നമ്മൾ കേന്ദ്രം പറഞ്ഞു, അതേപോലെ തന്നെ പ്രാദേശികം പറഞ്ഞു. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്ന പേരുണ്ട്. അത് മണ്ഡലങ്ങൾ എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡലങ്ങൾ എന്നാണ്. മണ്ഡലങ്ങൾ. വിജയനഗരത്തിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് അറിയാമോ? അത് ദണ്ഡനായക എന്നാണ്. ദണ്ഡനായക. വിജയനഗരത്തിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര് ദണ്ഡനായക. നായങ്കര സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാർക്ക്
രാജാവ് നൽകിയിരുന്ന പദവി. നായങ്കര സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാർക്ക് അല്ലെങ്കിൽ പ്രവിശ്യ ഗവർണർക്ക് രാജാവ് നൽകിയിരുന്ന പദവിയാണ് നായക്. അപ്പൊ ഓർക്കാൻ എളുപ്പമാണ്, നായങ്കര നായക്, അങ്ങനെ ഓർത്താൽ മതി. നായങ്കര സമ്പ്രദായത്തില് സൈന്യാധിപർക്ക് രാജാവ് നൽകുന്ന പദവി എന്താണെന്ന് ചോദിച്ചാൽ അത് നായക്കാണ്. നായക്മാരുടെ സേവനങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് പതിച്ചു കൊടുത്തിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് അമരം. അപ്പൊ ഈ നായക് എന്ന് പറയുന്നത് നായങ്കര സമ്പ്രദായത്തിലെ സൈന്യാധിപന്മാരാണ്. ഈ സൈന്യാധിപന്മാർക്ക് അവരുടെ സേവനങ്ങൾക്ക് പകരം കൂലി കൊടുക്കും അല്ലെ. അവർക്ക് കൂലിയായിട്ട് എന്താണ് കൊടുത്തത്? ഭൂമിയാണ് കൊടുത്തത്. ആ ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് അമരം എന്നത്. ഈ അമരഭൂമിയിൽ കരം പിരിക്കാനും ഭരിക്കാനുമുള്ള അവകാശം നായകന്മാർക്ക് നൽകുന്ന സമ്പ്രദായമാണ് നായങ്കര സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ഭരണ സൗകര്യത്തിനായിട്ട് വിജയനഗര സാമ്രാജ്യത്തെ വിഭജിക്കുന്നതാണ് പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നത്. ഗ്രാമങ്ങളുടെ ഭരണത്തിനായിട്ട് വിജയനഗര ഭരണകാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമാണ് അയ്യഗാർ സമ്പ്രദായം. നമ്മൾ പറഞ്ഞു അയ്യഗാർ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമം എന്നത്. ഗ്രാമഭരണത്തിൽ അയ്യഗാർമാർക്കുള്ള സ്ഥാനം കേന്ദ്ര ഭരണത്തിലെ നായക പദവിക്ക് സമാനമായതാണ്. നായക് ആരായിരുന്നു? സൈന്യാധിപരായിരുന്നു. അപ്പം ഗ്രാമഭരണത്തിൽ അയ്യഗർമാർക്കുള്ള സ്ഥാനം എന്താണ്? ഈ ഒരു സൈന്യാധിപമാണ്. മധുര മീനാക്ഷി ക്ഷേത്രം പുതുക്കി വിപുലീകരിച്ച വിജയനഗര ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് തിരുമല നായക് ആണെന്നൂടെ ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. മധുര മീനാക്ഷി ക്ഷേത്രം പുതുക്കി വിപുലീകരിച്ച വിജയനഗര ഭരണാധികാരി തിരുമല നായക്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ നായക്കും അതേപോലെ തന്നെ നായങ്കര, മണ്ഡലങ്ങൾ എന്നിവയെല്ലാം എന്തിനാ ഓർത്തിരിക്കുന്നത്? ഈ ഓപ്ഷൻസിനകത്ത് കണ്ടോ? അപ്പൊ ഈ ചോദ്യം എന്ത് വരാം? വീണ്ടും വേറെ രീതിയിൽ വരാം, പ്രസ്താവനയായിട്ടൊക്കെ വരാം. അപ്പൊ ഓരോ പ്രസ്താവനയും ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും പഠിച്ചിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അല്ലെങ്കിൽ ദി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആര്? ഓപ്ഷൻസ് വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, ദ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? വിൻസെന്റ് വാൻ ഗോഗ് ആണ് അല്ലെ. വിൻസെന്റ് വാൻ ഗോഗ് ആണ്. വിൻസെന്റ് വാൻ ഗോഗ് താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി വിൻസെന്റ് വാൻ ഗോഗ് ആണ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ ജന്മനാട് എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു സിംബലിസത്തിന്റെ പിതാവ്. കമന്റ് ചെയ്തോളുക, സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചതാണ്, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി വിൻസെന്റ് വാൻ ഗോഗ് ആണ്. പ്രധാന ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൺഫ്ലവേഴ്സ്, ഐറിസിസ്, ദി സ്റ്റാറി നൈറ്റ്, ദ ബെഡ്റൂം, ആൽമണ്ട് ബ്ലോസം, കഫേ, ടെറസ് ആൻഡ് നൈറ്റ്, വീറ്റ് ഫീഡ് വിത്ത് ക്രോസ് എന്നിവയെല്ലാം ഈ വിൻസെന്റ് വാൻ ഗോഗിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് പ്രശസ്ത ചിത്രകാരന്മാരും ചിത്രങ്ങളും നോക്കാം. ഒന്ന് ലിയോനാർഡോ ഡാവിഞ്ചി ആണ്. നമുക്കറിയാം ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ചിത്രമാണ് മൊണാലിസ, ദി ലാസ്റ്റ് സപ്പർ, ലേഡി വിത്ത് ആൻ എർമീൻ. അടുത്ത പോൾ സെസൻ. പോൾ സെസാന്റെ മെൽറ്റിംഗ് സ്നോ, ദി കാർഡ് പ്ലേയേഴ്സ്, ദി ബാത്തേഴ്സ്. അടുത്തത് ഫ്രാൻസിസ്കോ ഗോയ, ദി ഡിസാസ്റ്റേഴ്സ് ഓഫ് വാർ, ദി സാറ്റേൺ ഡിവോറിംഗ് ഹിസ് സൺ. അടുത്ത ആഗസ്റ്റേ റോഡിംഗ് ആണ്, ദ തിങ്കർ, ദ ഗേറ്റ്സ് ഓഫ് ഹെൽ. അടുത്തത് റെംബ്രാൻഡ്. റെംബ്രാൻഡിന്റെ ആണ് പോർട്രേറ്റ് ഓഫ് ജാൻ 6, ബാത്ത് ഷോ അറ്റ് ഹർ ബാത്ത്, ദ അനാട്ടമി ലെസൺ ഓഫ് ഡേ, അതേപോലെ തന്നെ നിക്കോളസ് ടുൾപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സൂചന അല്ലെങ്കിൽ സൂചനകൾക്കാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത്? അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു, സിവിൽ വിവാഹ നിയമനിർമ്മാണ ബില്ല് പാസ്സാക്കുന്നതിൽ മുൻകൈയെടുത്തു, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്, ഏതാണ്? രണ്ടാണ്. നമുക്കറിയാം സിവിൽ വിവാഹ നിയമ നിർമ്മാണ ബില്ല് പാസ്സാക്കുന്നതിൽ മുൻകൈ എടുത്തതല്ല, ബന്ധമില്ലാത്തതാണത്. അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചതും ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും ആരാണ്? വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തിരിക്കുക. അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. അപ്പം രണ്ടാണ് അതുമായി വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് നവോത്ഥാന നായകനെ പറ്റിയായിരുന്നു പഠിച്ചേ? തൈക്കാട് അയ്യയെ പറ്റി അല്ലെ. തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ഗുരുവിന്റെ ഗുരു, മലബാറിന്റെ ശ്രീനാരായണ ഗുരു, മൊത്തം കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓർത്തിരുന്നോണം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാഗ്ഭടാനന്ദനെ പറ്റിയാണ്. ഇന്ന് പഠിക്കുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്.
ആദ്യം നമ്മൾ പറഞ്ഞു വാഗ്ഭടാനന്ദനെ പറ്റി 2 പ്രസ്താവനകൾ നമ്മൾ പഠിച്ചു. അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. എപ്പോഴും ചോദിക്കുന്നതാണ് ആത്മവിദ്യാ സംഘം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, അങ്ങനെയെല്ലാം ചോദിക്കുന്നതാണ് ആത്മവിദ്യാ സംഘം, ഓർത്തിരുന്നോളുക. അങ്ങനെയെങ്കിൽ അടുത്തത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യല്ല, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നതാണ് തൈക്കാടയ്യ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? അതും വാഗ്ഭടാനന്ദനാണ്. നമ്മൾ ഗുരുവിന്റെ ഗുരു, അതേപോലെ ഹഠയോഗോപദേഷ്ട എന്നിവയെല്ലാമാണ് തൈക്കാടയ്യയെ പറ്റി പഠിച്ചത്. ഇവിടെ മലബാറിന്റെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ, ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ വാഗ്ഭടാനന്ദന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊട്ടിയൂർ ഉത്സവപ്പാട്ടാണ്. പഠിച്ചു വെച്ചോളുക. ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ വാഗ്ഭടാനന്ദന്റെ കൃതി ഏതാണ്? കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ജനപാഠശാല സ്ഥാപിച്ചു, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. അതേപോലെ തന്നെ ആത്മവിദ്യാ കാഹളം 1929 ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളിങ്കൽ ബാങ്ക്, അതേപോലെ തന്നെ ഊരാളിങ്കൽ ഐക്യനാണയ സംഘം എന്നിവ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ കാഹളത്തിന്റെ പ്രഥമ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് CP രാമനാണ്. ഒന്നുകൂടെ പഠിക്കാം, വാഗ്ഭടാനന്ദനെ പറ്റി പഠിച്ചങ്ങ് പോകാം. ഒന്ന് നമ്മൾ പറഞ്ഞു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. അടുത്ത പറഞ്ഞു അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു. കർഷകരുടെയും കർഷക തൊഴിലാളികളെയും മിത്രമെന്നറിയപ്പെടുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടു. ഇളനീരാട്ടത്തെ എതിർത്ത വ്യക്തി, ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ വാഗ്ഭടാനന്ദന്റെ കൃതി കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ജനപാഠശാല സ്ഥാപിച്ചു. ആത്മവിദ്യാ കാഹളം 1929, ശിവയോഗി വിലാസം 1914 എന്നീ മാസികകൾ ആരംഭിച്ചു. ആത്മവിദ്യാ കാഹളത്തിന്റെ പ്രഥമ പത്രാധിപർ CP രാമൻ. ക്ലിയർ ആയല്ലോ? അപ്പം വാഗ്ഭടാനന്ദനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കി അങ്ങ് പോകാം. ഒന്ന്, വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. വർഷവും കൂടി കൂടെ കൊടുത്തിട്ടുണ്ട്. 2019 ജൂലൈ 19 അവതരിപ്പിച്ചത്. ശരിയോ തെറ്റോ? വിവരാവകാശ നിയമത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 പറ്റിയാ പറഞ്ഞേക്കുന്നത്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാ? ജിതേന്ദ്ര സിംഗ് ആണ്. അത് ഏത് വർഷമാണ്? 2019 ജൂലൈ 19. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന പഠിച്ചു. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ഇമ്പോർട്ടന്റ് ആണ്, കൊടുക്കുക. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 എന്നൊരു ഹെഡിങ് കൊടുത്തോളൂ. ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ്, വർഷം 2019 ജൂലൈ 19. പഠിച്ചല്ലോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ശരിയാണോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഈ 2 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകളാണ് സുഷമ സിംഗും ദീപക് സന്ധുവും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനില് മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സുഷമ സിംഗും ദീപക് സന്ധുവാണ്. ദീപക് സന്ധുവിനെ പറ്റി നമ്മൾ ഇനി വരുമ്പോൾ പഠിക്കും. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരൊക്കെയാണ്? സുഷമ സിംഗും ദീപക് സന്ധു. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും
കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാ. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണോ? രാഷ്ട്രപതിയാണ്. അപ്പൊ 4 പ്രസ്താവനകളും ശരിയാണ്. നിങ്ങൾ 4 പ്രസ്താവന പഠിച്ചു. ഒന്ന്, വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ്, 2019 ജൂലൈ 19. അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ 2 വനിതകൾ ആരൊക്കെയാണ്? സുഷമ സിംഗും ദീപക് സന്ധുവും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണല്ലോ. ഇനി വിവരാവകാശ ഭേദഗതി ബില്ല് 2019 ലോകസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 22-നാണ് ലോകസഭ പാസാക്കിയത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിവരാവകാശ നിയമം പാസാക്കിയത് പഠിച്ചു. ഇവിടെ ഈ 2019 ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടത്. അപ്പൊ 2 ചോദ്യം വരാം. രാഷ്ട്രപതി ആയിരുന്ന അല്ലെങ്കിൽ 2019 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അല്ല എങ്കിൽ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് 2019 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ഒപ്പിട്ട വർഷം ഏതാ? 2019 ഓഗസ്റ്റ് 1-നാണ്. 2 സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് വരും. ആ 2 സ്റ്റേറ്റ്മെന്റും പഠിച്ചോളുക. അപ്പം ലോകസഭ 2019 ജൂലൈ 22, രാജ്യസഭ ജൂലൈ 25. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഒപ്പിട്ടത് 2019 ഓഗസ്റ്റ് 1. ജൂലൈ ഓഗസ്റ്റ് 2 പഠിച്ചാൽ മതി. മറ്റേത് 3 പഠിക്കണമായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചതാണ്. വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞായിരുന്നു. ആരാണ്? ദീപക് സന്ധു ആണ്. 2ാമത്തെ വനിതയാണ് സുഷമ സിംഗ്. ഇനി 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പോഴുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹിരാലാൽ സമരിയയാണ്. അപ്പൊ 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഹിരാലാൽ സമരിയയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള, ആദ്യ വനിത ദീപക് സന്ധു, 2ാമത്തെ വനിത സുഷമ സിംഗ്, 12ാമത്തെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കറണ്ട് അഫേഴ്സിൽ വരുന്നതാണ്, ചേഞ്ച് വരാം. അതുകൊണ്ടാണ് 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയയാണ്. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിത PT ഉഷ. ഇന്ത്യയില് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് PT ഉഷ. 2022 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിതയും 7ാമത്തെ മലയാളിയുമാണ് PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിതയും 7ാമത്തെ മലയാളിയും ആരാണെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. PT ഉഷയുടെ കായിക പരിശീലന്റെ പേരാണ് OM നമ്പിയാർ. OM നമ്പിയാർ. 2019 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ വൈറ്റ് റൺ പിൻ പുരസ്കാരം നൽകി PT ഉഷയെ ആദരിച്ചു. ആത്മകഥ, PT ഉഷയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾഡൻ ഗേൾ ആണ്. ഈ ഗോൾഡൻ ഗേള് വിശേഷണത്തിനകത്തും വരുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, PT ഉഷയുടെ ആത്മകഥ ഗോൾഡൻ ഗേള്. പ്രധാനപ്പെട്ട പുരസ്കാരം, PT ഉഷയ്ക്ക് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരമാണ് 1985 പത്മശ്രീ ലഭിച്ചു. പ്രധാന പുരസ്കാരം 1985 പത്മശ്രീ. അപ്പം പത്മശ്രീ ലഭിച്ച ഏത് വർഷമാണ്? 1985. ഇനി PT ഉഷയെ പറ്റിയുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഒന്ന് പയ്യോളി എക്സ്പ്രസ്, 2 ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ. അതാണ് പറഞ്ഞത്, ഗോൾഡൻ ഗേൾ ആണ് ആത്മകഥ. ഓർത്തിരിക്കുക, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് PT ഉഷയാണ്.
ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനലൂർ ബാലശ്ശേരി, കോഴിക്കോട് കിനലൂർ ബാലശ്ശേരിയാണ്. പി.ടി. ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി അല്ലെങ്കിൽ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? അത് പി.ടി. ഉഷയാണ്. 2022 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിതയും 7ാമത്തെ മലയാളിയും. കായിക പരിശീലകൻ OM നമ്പ്യാർ. വൈറ്റ് പിൻ പുരസ്കാരം ലഭിച്ചു. ഗോൾഡൻ ഗേൾ എന്നതാണ് ആത്മകഥ. പത്മശ്രീ 1985 പത്മശ്രീ ലഭിച്ചു. വിശേഷണങ്ങൾ പയ്യോളി എക്സ്പ്രസ്, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി. പി.ടി. ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.